34-ാം വയസ്സിൽ നായിക എന്നൊരു സ്ഥാനം. മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ മകൾക്ക് ഇത്രയും നാള് എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വരാൻ കഴിയാത്തത്? 32-ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ നായികയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രായമാണ്. പല നായികമാരും 18ഉം 20ഉം വയസ്സുകളിൽ തുടങ്ങുന്ന ഒരു ജേണി വിസ്മയക്ക് തുടങ്ങാൻ സാധിച്ചത് അവളുടെ 32ാമത്തെ വയസ്സിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ മോഹൻലാലിന്റെ മകൾക്ക് എന്തുകൊണ്ടായിരിക്കാം സിനിമയിൽ വരാനായിട്ട് ഇത്ര അധികം താമസിക്കേണ്ടി വന്നത്? നിങ്ങൾക്കറിയുന്നത് പോലെ അനശ്വര, മമിത പോലെയുള്ള വളരെ പ്രായം കുറഞ്ഞ നായികമാർ, മുൻനിര നായികമാർ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. ഇവരൊക്കെ പല ഭാഷകളിലും അഭിനയിക്കുന്നു, പല പല വലിയ വലിയ ബാനറുകളിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ ഒക്കെ പാർട്ടാകുന്നു. എന്നാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു വലിയൊരു ഗോഡ് ഫാദർ ഉള്ള ഒരു കുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും പ്രായം വരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നത്? ഇന്ത്യയിലെ തന്നെ പല സൂപ്പർ സ്റ്റാറുകളുടെ ആൺമക്കളും പെൺമക്കളും സിനിമയിലേക്ക് വന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് മോഹൻലാൽ സാർ തീരുമാനിച്ച ഒരു തീരുമാനം, തൻ്റെ കുട്ടികൾ വളരെ വലിയൊരു സ്റ്റാർ കിഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം അനുഭവിച്ച് ജീവിക്കണം എന്നുള്ളതിന് പകരം അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിഗതമായ ഡെവലപ്മെന്റും അവരൊരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളൊരു കാര്യങ്ങൾ ചെയ്യുകയും എന്നുള്ളതിനാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം മറ്റു കാരണങ്ങൾ ഈ വിസ്മയുടെ ഈ ഒരു അരങ്ങേറ്റം അല്ലെങ്കിൽ വിസ്മയുടെ ഈ ഒരു തുടക്കത്തിന് ഇത്രയേറെ കാലതാമസം ഉണ്ടായത് എന്നുള്ളത്. പലപ്പോഴും സിനിമാ ലോകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണല്ലേ, വളരെ വലിയ വലിയ സൂപ്പർ സ്റ്റാർ, ഈവൻ വലിയ സൂപ്പർ സ്റ്റാറുകളല്ല എങ്കിൽ പോലും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ മക്കളെ എങ്ങനെയെങ്കിലും ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരണം, അവർക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടണം, അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും മക്കളെ കൊണ്ട് ചെയ്യിക്കണം, ആ ഒരു ഫീൽഡിലേക്ക് പണത്തിന്റെയും പ്രശസ്തിയുടെയും എല്ലാത്തിലേക്കും അവരെ വളരെ പെട്ടെന്ന് കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു നമ്മൾ കണ്ട ഒട്ടുമിക്ക എല്ലാ സൂപ്പർ സ്റ്റാറുകളും ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായി മോഹൻലാൽ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊരു അച്ഛന്റെ ഒരു തീരുമാനം നിങ്ങൾ എന്തുകൊണ്ട് വിലയിരുത്തില്ല? ഇദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 32ാം വയസ്സ് വരെ വിസ്മയ എന്ത് ചെയ്യുകയായിരുന്നു? വിസ്മയ ഒരു പോയറ്റാണ്, ഒരു ഓതറാണ്. അത് മാത്രമല്ല മറ്റു പല ആയോധിക വിദ്യകളിലും വളരെ മികച്ച പ്രകടനങ്ങൾ ചെയ്യുകയും അത് നന്നായി പരിശീലിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. തൻ്റെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഒരു മെന്റൽ ഡെവലപ്മെന്റിനും ഏറെ പ്രാധാന്യം കൊടുത്ത് വിസ്മയ എന്നൊരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവൾക്ക് തോന്നിയ ഒരു ആഗ്രഹം, അവൾക്ക് ഇത്രയും വലിയൊരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി, അപ്പോൾ അവൾക്കും ഈ ഒരു ആർട്ട്, ഡ്രാമ എന്നൊക്കെയുള്ള പല പല കാര്യങ്ങളിൽ താല്പര്യമുള്ളത് കൊണ്ടിട്ട് എന്തുകൊണ്ട് സിനിമയിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടാ എന്ന് അവൾക്ക് തോന്നിയ ഒരു ആഗ്രഹം. പക്ഷെ അത് വളരെ റീസെന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമല്ല. ഇവരുടെ പല ഇന്റർവ്യൂവിലും നമ്മൾ എല്ലാവരും കണ്ടതുപോലെ കുറച്ചധികം കാലം മുമ്പ് തന്നെ ഈ ഒരു കുട്ടിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഒരു 6-7 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് ആവുന്നത്, ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുകയും ഇത് റിലീസ് ആവുകയും ചെയ്യുന്നത്. എത്രയോ കാലം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു തുടക്കം വിസ്മയക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടും മോഹൻലാൽ എന്ന അച്ഛനും സുചിത്ര എന്ന അമ്മയും എന്തുകൊണ്ട് അത് പിന്നെയും പിന്നെയും വൈകിച്ചു അല്ലേ? അപ്പൊ നമ്മൾക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അപ്പൊ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ തള്ളിവിടും, ഇല്ലേ? ഈവൻ ഒരു റിയാലിറ്റി ഷോയിലാണെങ്കിൽ പോലും എന്താ, നമ്മൾ ചുറ്റുമുള്ള ഭൂരിഭാഗം പാരന്റ്സും എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ പങ്കെടുപ്പിക്കണം, അവർക്ക് പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തി ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. അതാണ് നമ്മുടെ മക്കളുടെ സക്സസ്ഫുൾനെസ് എന്ന് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇത്രയേറെ പണം ഉണ്ടായിട്ടും പ്രശസ്തി ഉണ്ടായിട്ടും ഇത്രയും വലിയൊരു മോഹൻലാൽ എന്ന് പറയുന്ന അത്രയും ഒരു വലിയൊരു എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മകളായി ജനിച്ചിട്ട് 32ാമത്തെ വയസ്സിലാണ് വിസ്മയക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചത്, ഇല്ലേ? പ്രണവിന്റെ കാര്യവും അത്രയ്ക്ക് വിരുദ്ധമൊന്നുമല്ല. നമുക്കും അറിയാം അല്ലെ, പ്രണവ് വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യുന്ന ഒരാളാണ്, സിനിമയിൽ സജീവമായിട്ടുള്ള ഒരാളല്ല. പ്രണവിന്റെയും സിനിമയിലെ അരങ്ങേറ്റം കുറച്ചു വൈകിയായിരുന്നു. ചെറിയ പ്രായത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നായകനായിട്ടൊക്കെ വന്നൊരു കാര്യം വളരെ വൈകി തന്നെയായിരുന്നു. മറ്റു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
ഒരുപാട് പ്രായം കുറഞ്ഞ രീതിയിൽ ഈവൻ നസ്ലിൻ അല്ലെങ്കിൽ മാത്യൂസ് ഒക്കെ വരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇദ്ദേഹവും സിനിമയിലേക്ക് വന്നത്. പക്ഷെ കുറച്ച് പ്രായമുള്ള ആളാണ് അല്ലെ അവരെക്കാളുമൊക്കെ. അപ്പൊ മറ്റുള്ളവരൊക്കെ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ളപ്പോഴും ഇവർ വല്ലപ്പോഴും വന്ന് പ്രണവ് ഒരു സിനിമ ചെയ്തിട്ട് പോവും. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രശംസയും ഹിറ്റും ഒക്കെ കിട്ടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ എന്നൊരു അച്ഛൻ മക്കൾക്ക് സിനിമയിലുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കാത്തത് എന്നാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെ, നമ്മൾ ഈ സ്റ്റാർ കിഡ്സ് എന്ന് പറയുമ്പോൾ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു വേർഡും നമ്മൾ അത് വളരെ റീസെന്റ് ആയിട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഇവർക്കെല്ലാം കിട്ടുന്നു. ശരിയാണ് അല്ലെ? വിസ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ അച്ഛൻ, വളരെ റിനൗഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ ഈ സിനിമ ഇറങ്ങുന്നു, ആശീർവാദ് സിനിമാസ്. അപ്പൊ ഇത്രയും വലിയൊരു ഭാഗ്യമാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ പല ഇന്റർവ്യൂസിലും നമ്മൾ കേട്ടിരുന്നു അല്ലെ, എന്താണ് ഈ വിസ്മയ്ക്ക് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ക്രൂ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വിസ്മയുടെ തുടക്കമായതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളവർ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അതെ, ആ ഒരു വ്യക്തിയെ മാത്രം ഓറിയന്റ് ചെയ്ത് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു സിനിമയുടെ സക്സസ്ഫുൾ ആക്കാനും അല്ലെങ്കിൽ ഈ സിനിമയുടെ കംപ്ലീറ്റ് ജേർണി ഒന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും ആ എൻ്റയർ ക്രൂ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു തുടക്കം, അങ്ങനെയുള്ള ഒരു അരങ്ങേറ്റം ഈ ഒരു കുട്ടിക്ക് സാധിച്ചത് അച്ഛന്റെ ആ ഒരു പ്രശസ്തി ഒന്നുകൊണ്ട് മാത്രമായിരിക്കുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ 18-ാം വയസ്സിൽ തന്നെ ഈ കുട്ടിക്ക് അത് സാധിക്കുമായിരുന്നില്ലേ? അപ്പോൾ അവിടെ മോഹൻലാൽ എന്നൊരു വ്യക്തിയും മോഹൻലാൽ എന്നുള്ളൊരു അച്ഛനെയുമാണ് നമ്മൾ അവിടെ കാണേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു മാങ്ങ അല്ലെ, ഒരു മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നു. അത് പലയിടത്തു നിന്നും വരുന്നതായിരിക്കാം. ഈ മാങ്ങ വളരെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് പല മരുന്നുകൾ ഉപയോഗിച്ചും പല വളങ്ങൾ പ്രയോഗിച്ചും ഒക്കെ പഴുക്കാത്തത് തന്നെ മാർക്കറ്റിൽ വരികയും അവിടെ ഇരുന്ന് പഴുക്കുകയും നമ്മൾ അത് മേടിച്ച് കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആലോചിക്കാം അതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ എന്നാൽ നമ്മുടെ പറമ്പിൽ, നമ്മുടെ മാവിൽ നല്ല രീതിയിൽ നിന്ന് ആ മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് കഴിക്കുന്ന ഒരു മാമ്പഴം എങ്ങനെ ഉണ്ടാവും അതിന്റെ രുചി? അത് തന്നെയല്ലേ ഇവിടെ മോഹൻലാലും ചെയ്തത്. തന്റെ കുട്ടികൾ അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തിയതിന് ശേഷം മാത്രം അവർക്ക് ആവശ്യമുള്ള കരിയറിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫീൽഡിലേക്ക് അവർ വരട്ടെ എന്ന് ചിന്തിച്ചു. എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ കുട്ടികളുടെ വ്യക്തിത്വ ഡെവലപ്മെന്റിനാണ് അദ്ദേഹം കൂടുതൽ വില കൽപ്പിച്ചത്, അവരുടെ ഇഷ്ടങ്ങൾക്കും. അതുകൊണ്ടായിരിക്കണം ഈ 2 കുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ തനിയെ ചെയ്യുന്നതും അതെല്ലാം ചെയ്ത് അതിനുശേഷം അവർക്കൊരു കരിയർ വേണമെന്നുള്ളത്, ഈ ഒരു ഫീൽഡിൽ വേണമെന്നുള്ളത് അവർ തിരഞ്ഞെടുത്തപ്പോൾ അതിനും വേണ്ടുന്നുള്ള കാര്യങ്ങൾ ആ ഒരു പാരന്റ് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഇതിലൊരു പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക ഒരു മീഡിയ പ്രഷർ തന്നെയാണല്ലേ. ഇവരെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മീഡിയയിൽ നിന്നൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. കാരണം മോഹൻലാലിന്റെ മകനാണ് അല്ലെങ്കിൽ മോഹൻലാലിന്റെ മകളാണ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്തൊരു മീഡിയ പ്രഷർ ഉണ്ടാവാം. എന്തുകൊണ്ട് അവർക്കൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിച്ചുകൂടെയായിരുന്നു? ഈ 2 കുട്ടികളെ കൊണ്ടിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു. അവർ എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ചെയ്യേണ്ട ആവശ്യം അങ്ങനെയുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ചെയ്ത് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇല്ല. ഇവർക്ക് ആ ഒരു ഫീൽഡിലേക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറിയൊരു അവസരമാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്, വലിയൊരു ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല. അപ്പൊ ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റ് സിനിമയിൽ അവർക്ക് അവരുടെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് അവർ പ്രദർശിപ്പിക്കട്ടെ. അതിനുശേഷം പിന്നീട് അവർക്ക് ഇതേ ഫീൽഡിൽ നിൽക്കാൻ താല്പര്യവും അതുപോലെ തന്നെ അവർക്ക് അവസരങ്ങളും ലഭിക്കുകയാണെങ്കിൽ, നല്ല കഥാപാത്രങ്ങളും നല്ല അവസരങ്ങളും അവർക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നെപ്പോ കിഡിന് ഒരു കാര്യവുമില്ലാതെ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ദുൽഖർ സൽമാന്റെ കാര്യം എടുക്കാം. ദുൽഖർ സൽമാന് അത്യാവശ്യം കഴിവില്ലായിരുന്നെങ്കിലോ അദ്ദേഹത്തിന് സിനിമയിൽ നിൽക്കാൻ കഴിയുമോ? എത്രയോ സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ ഒരറിവുമില്ലാതെ വന്നു പോയിട്ടുണ്ട് ഇല്ലേ? ഈ സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ വന്നിട്ട് വളരെ കുറച്ചു പേരെ മാത്രമല്ലേ നമുക്കറിയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് മോഹൻലാൽ എന്ന അച്ഛൻ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ഒരു കാര്യം വൈകിപ്പിച്ചതും.
അത് മാത്രമല്ല, മെച്യൂരിറ്റി ബിഫോർ സ്റ്റാർഡം. ഇവർക്കൊരു വലിയൊരു സ്റ്റാർഡം ഉണ്ടാവുന്നതിന് മുന്നേ ഈ കുട്ടികൾക്ക് മെച്യൂരിറ്റി ഉണ്ടാവണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം കൊടുത്തതിന് ശേഷമാണ് ഇവർ ഈ ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അല്ലെ, ഈ കുട്ടി വളരെ നെർവസ് ആണ്. ഈ കുട്ടിക്ക് ഈ ഒരു സിനിമാ കുടുംബത്തിലാണ് ഒക്കെയാണ് ഈ കുട്ടി ജനിച്ചത് എന്നുണ്ടെങ്കിൽ പോലും മറ്റു പല കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കണം ഈ കുട്ടി വളരെ നെർവസ് ആണ് മീഡിയനെ ഫേസ് ചെയ്യാൻ ഒക്കെ ആയിട്ട്. അപ്പൊ ഈ മീഡിയനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഇത് വളരെ നെർവസ് ആവുന്നു, ഇതിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പൊ പോലും മോഹൻലാൽ മൈക്ക് മേടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, ആ കുഞ്ഞിനെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ഇങ്ങനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുതേ എന്ന്. അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും, ഒരു പ്രൊട്ടക്റ്റീവായ ഒരു അച്ഛനെ തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യം എന്ന സിനിമയിൽ കണ്ട ജോർജ് കുട്ടിയെ പോലെ അല്ലേ, തന്റെ കുടുംബത്തിന് വേണ്ടിയും തന്റെ മക്കളെയും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഒരു സാധാരണ അച്ഛന്റെ രൂപത്തിലല്ലേ അത് നടന്നത് അവിടെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളോട് എന്താ ചെയ്യുന്നത്? നമുക്ക് അവർ കറക്റ്റ് ആയിട്ട് എന്താ, അവർ ഹോംവർക്ക് ചെയ്തില്ല, നിങ്ങൾ എന്താ ഇത് ചെയ്യാത്തെ, ആ കുട്ടിയെക്കാളും കൂടുതൽ മാർക്ക് നിനക്ക് എന്താ കിട്ടാത്തെ, ഇങ്ങനെയൊക്കെയുള്ള പല ടെൻഷനുകളും നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മോഹൻലാലിന്റെ പ്രശസ്തി കൊണ്ടാണ് നടന്നത്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ പൈസ കൊണ്ടിട്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ചിന്തിക്കരുത്. അതിനൊരു ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ആ ഒരു കാര്യം അവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ വലിയൊരു ബഡ്ജറ്റിൽ ഈ ഒരു സിനിമ എടുത്ത് ആ കുട്ടിയെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നേനെ. അവരത് ചെയ്തിട്ടില്ല. ഈ കുട്ടിക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ പക്വതയോടെ നേരിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് കൊടുക്കുന്നു അല്ലെ. പല ഇന്റർവ്യൂസിലും അച്ഛനും അമ്മയും ഇടവും വലവും ഇരുന്നാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അവൾക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടാനുള്ള ഒരു ശക്തി അവർ കൊടുക്കുകയാണ് അല്ലെ, അതിനൊരു എക്സ്പീരിയൻസ് അവർ കൊടുക്കുകയാണ്. അവൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ, അവൾക്ക് ഇതിലൊരു കഴിവുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടട്ടെ, നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ. അപ്പോൾ ടൈം ഫോർ സെൽഫ് ഡിസ്കവറി എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ മൂന്നാമതായി എടുത്തു പറയേണ്ടത്. ഒരു സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് ഈ അച്ഛനും അമ്മയും ഈ മകൾക്ക് കൊടുത്ത ഇത്രയും വലിയൊരു പീരീഡ്, അല്ലെങ്കിൽ ഒരു 18 വയസ്സിലെ നായികയാകേണ്ടിയിരുന്നവൾ 32ാമത്തെ വയസ്സിൽ നായികയായി വരുമ്പോൾ, വളരെ റീസെന്റ് ആയിട്ട് ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിലും ഞാൻ കണ്ടിരുന്നു, ഐശ്വര്യ ലക്ഷ്മി, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന നല്ലൊരു നടി തന്നെയാണ്. ഐശ്വര്യ ലക്ഷ്മി പറയുന്നു, ഒരു നായികയ്ക്ക് സിനിമയിൽ നായികയായി വരേണ്ട ഏറ്റവും വലിയൊരു പ്രായത്തിലേക്കാണ് ഐശ്വര്യ ലക്ഷ്മി നായികയായിട്ട് വന്നത് തന്റെ 26ാമത്തെ വയസ്സിൽ. അപ്പൊ അതിനർത്ഥം എന്താണ്? സിനിമയിൽ അതല്ല പാറ്റേൺ. വളരെ ചെറിയ പ്രായത്തിലാണ് നായികകളായിട്ട് വരുന്നത്, 15ഉം 16ഉം വയസ്സിലാണ് കുട്ടികൾ വരുന്നത്. അതിനുശേഷം അവരുടെ വളർച്ചയും സിനിമയിലുള്ളവരുടെ വളർച്ചയും ഒരുമിച്ചായിരിക്കും. അങ്ങനെ അപ്പോൾ ഐശ്വര്യ ലക്ഷ്മി തന്റെ 26ാമത്തെ വയസ്സ് കണ്ടത് സിനിമയിൽ വരേണ്ട ഒരു വലിയൊരു പ്രായമായിട്ടാണ്. അപ്പോൾ ഈ 32ാമത്തെ വയസ്സിൽ വന്ന വിസ്മയോ, അവൾ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവൾക്ക് ആവശ്യം എന്നുള്ളത് അവളുടെ ഫാമിലിയോട് കൂടി ചേർന്ന് അവൾ തീരുമാനിച്ച് അവൾ നേടിയെടുത്ത് അതിനുശേഷം അവൾ സിനിമയിലേക്ക് വന്നവളാണ്, അവളുടെ ഈ ഒരു പരീക്ഷണവും കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലോ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് ടൈം ലിമിറ്റുകളുണ്ടോ? ഇത്ര വയസ്സിനുള്ളിൽ നിങ്ങൾ ഇത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക, ഈ വയസ്സിനുള്ളിൽ നിനക്ക് ജോലി കിട്ടണം, ഈ വയസ്സിനുള്ളിൽ നിന്നെ കല്യാണം കഴിപ്പിച്ചയക്കും. എന്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ? അല്ലെങ്കിൽ നീ മറ്റൊരാളുടെ മാർക്ക് കണ്ടില്ലേ, അവൻ ഇത്ര മാർക്ക് കിട്ടി എന്നിട്ട് നിനക്ക് ഇത്രയേ ഉള്ളോ എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ ശരിക്കും അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇതിലൊരിക്കലും നമ്മുടെ പണത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിയുടെയോ ഒന്നുമല്ല, നമ്മൾ എത്രത്തോളം നമ്മുടെ കുട്ടികളെ വിശ്വസിക്കുന്നു, അവരെ ബിലീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിശ്വസിക്കൂ, അവർക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് അവരെ നല്ല രീതിയിൽ നല്ല ഒരു മോറലോട് കൂടി നിങ്ങൾ വളർത്തും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനും അതിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ വളരും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ വളരട്ടെ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് ഒന്ന് എഴുതി നോക്കൂ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കുഞ്ഞ് അവന് വേണ്ടി എന്തൊക്കെയാ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ആ രീതിയിൽ അവനെ ഒന്ന് വളർത്തി നോക്കൂ, ആ രീതിയിൽ അവരോടൊന്ന് സംസാരിച്ചു നോക്കൂ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള വേർഷനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് അവരുടെ സക്സസ്ഫുൾനെസ് തീർച്ചയായിട്ടും നമുക്ക് കാണാനും പറ്റും. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അതുപോലെ തന്നെ
കൂടുതൽ പാരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഇതുപോലെ സെലിബ്രിറ്റീസിന്റെ പാരന്റിങ് തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണൂ. ചാനൽ ഫോളോ ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ.